എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് ശ്രാവണബെലഗോളയിലാണ്. ശ്രാവണബെലഗോളയിലുള്ള ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അധികം ബസ്സൊന്നും ഇങ്ങോട്ടില്ല. പിന്നെ നമുക്ക് പോവേണ്ട ആ ഒരു ബാഹുബലി സ്റ്റാച്യു ഒക്കെ ഇവിടെ കാണാനുണ്ട്. അതാ ഈ ഒരു മലയുടെ മുകളിലായിട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം ഇപ്പം ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്കിനി ഇവിടുന്ന് ആദ്യം പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ റൂമിലോട്ട് പോകണം. നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. അങ്ങനെ ഞാനിവിടെ ഒരു ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഭക്ഷണം ഇത് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് കഴിക്കാൻ തുടങ്ങാം. പപ്പടത്തിൻ്റെ വേറൊരു ടൈപ്പ് സാധനമാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ കുറേ കറികളുണ്ട്, പായസമുണ്ട്, തൈരുണ്ട്, അച്ചാറ്, പിന്നെ നമ്മുടെ കക്കിരി ഉണ്ട്, പിന്നെ ഒരു ഉപ്പേരി ഉണ്ട്. ഇനി ചോറ് കൂടെ വരാനുണ്ട്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി കഴിച്ച് കഴിയാറായപ്പോഴത്തേക്ക് തന്നെ ചോറ് വന്നു. ഇത് കഴിച്ചിട്ട് നമുക്ക് ചോറ് കൂടെ കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഭക്ഷണം മൊത്തത്തിൽ. ഇതില്ലേ, ഇത് നമ്മുടെ ഏറെക്കുറെ നമ്മുടെ പപ്പടത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ചുട്ട പപ്പടത്തിൻ്റെ ടേസ്റ്റാണ്. ചോറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല നല്ല പായസമുണ്ട്, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഭക്ഷണമായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ തന്നെ ഗോയ്ബി വഴി. ഇനിയിപ്പം നമുക്ക് റൂമിലോട്ട് പോകണം. നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്യണം. നമുക്ക് റൂമിലോട്ട് പോവാം. അങ്ങനെ ഞാനിത് അവിടെ റൂമിലോട്ട് എത്തി. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണ്. നമുക്കിനി ഇതിന്റെ ഒരു ബാത്റൂം കൂടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ബാത്റൂമിന്റെ അകത്തും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതൊരു നോൺ എ സി റൂമാണ്. ഇതാണ് ഞാനിവിടെ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര്. 800 രൂപയാണ് എനിക്ക് ഒരു ദിവസത്തേക്ക് വന്നത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു, ഒന്ന് ഫ്രഷ് ആയി. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങിയതാണ്. നമുക്ക് ഈ ഒരു വഴി നേരെ പോകേണ്ടത്. ആദ്യം നമ്മൾ ഇവിടെ പോകുന്നത് ബാഹുബലി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബാഹുബലി സ്റ്റാച്ചു കാണാൻ വേണ്ടി പോകുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഇടതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് റോഡിന് ഓപ്പോസിറ്റ് ഒരു വഴി കാണാം. അത് മറ്റൊരു ജൈന ക്ഷേത്രത്തിലോട്ട് പോകേണ്ട വഴിയാണ്. നമുക്ക് അവിടെ പോകണം. നാളെ നമ്മൾ അവിടെ പോകും. ഇന്ന് നമ്മൾ പോകുന്നത് ബാഹുബലി സ്റ്റാച്ചുവും അവിടെയുള്ളൊരു ക്ഷേത്രമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ബാഹുബലി എന്ന് പറയുന്നത് ഗോമതേശ്വരനാണ്. ഇവിടെ തന്നെ ഒരു ജൈന മഠമുണ്ട്. നിങ്ങൾ ഈ കാണുന്ന കണ്ടോ, ഇത് ഇവിടെയുള്ളൊരു ചെറിയൊരു പാർക്കാണ്. നമുക്ക് അതുകൂടി ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു ജൈന മഠമുണ്ട്. ആ മഠമാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു മതിൽക്കെട്ടിനപ്പുറം ഒരു വലിയ കുളമാണ്. അതിൻ്റെ ആ ഭാഗത്തൂടെയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ട വഴിയുള്ളത്. കണ്ടോ, അതുവഴി ആളുകളൊക്കെ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുവഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അവിടെ നിങ്ങൾ വെള്ള നിറത്തിലായിട്ട് ഒരു കവാടം കണ്ടില്ലേ, അതാണ് മുകളിൽ ക്ഷേത്രത്തിലോട്ടും ആ ഒരു സ്റ്റാച്ചുവിലോട്ടും പോകേണ്ട വഴി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. കണ്ടില്ലേ, ഇതാണ് മുകളിലോട്ട് പോകേണ്ട എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ ശ്രാവണബെലഗോളയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് ഗോമതേശ്വരൻ്റെ ആ ഒരു ബാഹുബലി സ്റ്റാച്ചു തന്നെയാണ്. അതുകൂടാതെ കുറേ ജൈന ക്ഷേത്രങ്ങൾ, പണ്ട് കാലത്തുണ്ടായിരുന്ന മറ്റ് പല കെട്ടിടങ്ങൾ, അതുപോലെ ഇവിടെ ഒരു ജൈന മഠമൊക്കെ ഉണ്ട്. അപ്പം കർണാടകയിൽ തന്നെ ജൈന മതമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു ശ്രാവണബെലഗോള എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, എത്ര മനോഹരമാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കുളം എന്ന് പറയുന്നത്. ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ശ്രാവണബെലഗോള എന്ന് പറയുന്നത് കർണാടകയിൽ ഹസൻ ജില്ലയിലാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രാവണബെലഗോളയിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഹസനിൽ വന്നാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും ഈ ഒരു ശ്രാവണബെലഗോളയിലോട്ട് ബസ്സും കിട്ടും. അങ്ങനെ ട്രെയിൻ വഴിയും ബസ് വഴിയും നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരത്തായിട്ടാണ്. ബസ് സ്റ്റാൻഡ് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ജൈന മഠം. അപ്പം നമുക്ക് അവിടെയൊക്കെ പോകാനുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ആ ഒരു ബാഹുബലി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ റോഡിൽ നിന്ന് നിങ്ങളോട് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുന്നൊരു വഴി പറഞ്ഞില്ലേ, അത് ആ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ നാളെ രാവിലെ പോകും. ഇപ്പം നമുക്ക് മുകളിലോട്ട് പോവാം. ഇവിടെ ശ്രാവണബെലഗോളയിൽ പ്രധാനമായിട്ടും 2 കുന്നുകളാണ്. ഒന്നിപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന വിന്ധ്യഗിരി കുന്നും, ഒന്ന് നമ്മുടെ ഈ ഒരു കുന്നിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നേരത്തെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്ന ചന്ദ്രഗിരി കുന്നും. ഇവിടെ ഈ വിന്ധ്യഗിരി കുന്ന് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതാണ് ഒഡേഗൽ ബസഡി. ഈ ബസഡികൾ എന്ന് വെച്ചാൽ ജൈന മതത്തിലെ ക്ഷേത്രങ്ങളെ വിളിക്കുന്ന പേരാണ് ബസഡികൾ. നമ്മൾ ഈ കാണുന്ന ബസഡി നിർമ്മിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുമരുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ് ഒഡേഗ, അതായത് സ്റ്റോപ്പ് സ്റ്റോണ്. അതുകൊണ്ടാണ് ഈ ഒരു ബസഡിക്ക് ഒഡേഗ ബസഡി എന്നുള്ള പേര് കൂടെ വന്നത്.
അതുപോലെ നമ്മൾ ഈ ബസഡിയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനകത്തായിട്ട് നമുക്ക് 3 പ്രതിമകൾ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ നേരെ കയറി വരുന്ന ഭാഗത്തായിട്ട് ആദിനാഥ പ്രതിമ കാണാം. അതിന് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നതാണ് ശാന്തിനാഥ പ്രതിമ. അതുപോലെ അതിന് വലതു ഭാഗത്തായിട്ട് നെമിനാഥ പ്രതിമ കൂടെ കാണാം. അങ്ങനെ 3 പ്രതിഷ്ഠകളാണ് ഈ ഒരു ബസഡിയുടെ അകത്തുള്ളത്. ആദിനാഥൻ, ശാന്തിനാഥൻ, നെമിനാഥൻ. ഇതൊക്കെ ജൈനമതമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആചാര്യന്മാരാണ്. അങ്ങനെ വ്യത്യസ്ത ദിശകളിലേക്ക് അഭിമുഖമായിട്ടുള്ള അറകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബസഡീനെ ത്രിരുക്ത ബസഡി എന്ന് കൂടെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ത്രികൂട ബസഡി എന്നൊക്കെ വിളിക്കും. അതായത് 3 ഭാഗത്തോട്ടാണ് ഇതിൻ്റെ മുഖം വരുന്നത്. അതുപോലെ യാതൊരു അലങ്കാരങ്ങളൊന്നും ഇതിൻ്റെ പുറംഭാഗത്തില്ലാത്തൊരു ഘടനയാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശ്രാവണ ബലഗോളയുടെ മുഴുവനായിട്ടുള്ളൊരു ചിത്രം വളരെ മനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഒഡേഗ ബസഡിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടുന്ന് നേരെ ഇപ്പോൾ ഇതുവഴിയാണ് കയറി വന്നത്. ഇനി നമുക്ക് പോകേണ്ടതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതാണ് ബാഹുബലി സ്റ്റാച്യു. ഈ വഴി നമുക്ക് കയറി പോയിട്ട് നമുക്ക് ആ ബാഹുബലി സ്റ്റാച്യു കാണണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ബാഹുബലി സ്റ്റാച്യു എന്ന് പറയുന്നത് 57 അടി, അതായത് 17 മീറ്റർ ഉയരമുള്ളൊരു പ്രതിമയാണ്. ഈ ഒരു പ്രതിമ നിർമ്മിച്ചത് ഒറ്റക്കല്ലിലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുമാത്രമല്ല, പുരാതന കാലത്ത് നിർമ്മിച്ച പ്രതിമകളിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഏകശിലാ പ്രതിമകൾ ഒന്നുകൂടിയാണ് ഈ ഒരു ബാഹുബലി സ്റ്റാച്യു. അങ്ങോട്ട് എത്തിയാൽ നമുക്ക് ആ ഒരു സ്റ്റാച്യുവിലോട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ നമുക്ക് കാണാൻ വേണ്ടി ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം പല പല ജൈനമതാചാര്യന്മാരുടെ പ്രതിമകളാണ്. അത് മുഴുവൻ നമുക്കിങ്ങനെ ഒരു നിര പോലെ കണ്ട് പോകാൻ വേണ്ടി പറ്റും. വളരെ മനോഹരമായിട്ട് അവരിതൊക്കെ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കൽ എന്തായാലും വന്നിട്ട് ഇതൊക്കെ കാണണം. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ആ ഒരു ബാഹുബലി സ്റ്റാച്യു ആണ്. എനിക്കറിയാം നിങ്ങളത് കാണാൻ വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത്. നമുക്കത് കാണാം. അതുപോലെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഓരോ പ്രതിമകളും വളരെ മനോഹരമായിട്ട് ഒക്കെ ബ്ലാക്ക് സ്റ്റോണിൽ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ. ഇതൊക്കെ നമുക്കിങ്ങനെ ഇവിടെ കണ്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതാ ഞാനിവിടെ ഈ ഒരു പ്രതിമയുടെ താഴെയായിട്ടെത്തി. ഈ ഒരു ഗോമതേശ്വര പ്രതിമ എന്ന് പറയുന്നത് ജൈനമതത്തിലെ ബാഹുബലിക്കായിട്ട് സമർപ്പിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബാഹുബലി സ്റ്റാച്യു എന്ന് വിളിക്കുന്നത്. ഈ ജൈനമതത്തിൽ ഏറ്റവും പ്രധാനം അവർ കൊടുക്കുന്നത് സമാധാനം, അഹിംസ, അതുപോലെ ലൗകിക കാര്യങ്ങളിൽ അവർ പുലർത്തുന്ന ഒരു ത്യാഗം, ലളിത ജീവിതം എന്നീ കാര്യങ്ങളൊക്കെയാണ് ജൈനമതം ഏറ്റവും പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. അങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ഈ ഒരു ബാഹുബലി സ്റ്റാച്യുവിനെ കാണുന്നത്. അതായത് ക്രിസ്തുവിന് മുന്നേ 983 പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിൻ്റെ കാലത്താണ് ഈ കാണുന്ന ഒരു ബാഹുബലി സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തിൽ ഏറ്റവും വലിയ ഒരു സ്വതന്ത്ര പ്രതിമകളൊന്ന്, അതായത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പ്രതിമകൾ ഒന്നുകൂടിയാണ് നമ്മൾ ഈ കാണുന്ന ബാഹുബലി സ്റ്റാച്യു. ഞാൻ പറഞ്ഞില്ലേ പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് എന്ന്. ആ രാജവംശത്തിലെ ഒരു മന്ത്രിയും അതേപോലെ തന്നെ കമാൻഡറൊക്കെ ആയിരുന്ന ചന്തുരായനാണ് ഈ കാണുന്ന ബാഹുബലി സ്റ്റാച്യു നിർമ്മിച്ചത്. ആലോചിച്ച് നോക്കണം, ക്രിസ്തുവിന് മുന്നേ 983 കാലഘട്ടത്തിലാണ്. അതുപോലെ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മഹാമസ്തകാഭിഷേകം എന്ന് പറയുന്നത്. ഈ ഒരു പ്രതിമയുടെ പുറകിലായിട്ട് സ്റ്റാൻഡുകളൊക്കെ കെട്ടി മുകളിൽ നിന്ന് അർച്ചനയൊക്കെ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അത് നടക്കുന്നത് 12 വർഷത്തിലൊരിക്കലാണ് കേട്ടോ. ആ സമയത്ത് പാല്, കുങ്കുമം, നെയ്യ്, കരിമ്പുനീര് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഈ പ്രതിമ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ ഇനി അടുത്ത മഹാമസ്തകാഭിഷേകം നടക്കുന്നത് 2030 നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, മുൻ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദ് അവരൊക്കെ ഈ ഒരു മഹാമസ്തകാഭിഷേക ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 2030 വന്നു കഴിഞ്ഞാൽ ഈ ഒരു മഹാമസ്തകാഭിഷേകം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ മഹാമസ്തകാഭിഷേക സമയത്ത് ഇതിൽ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഈ പ്രതിമയെ കുളിപ്പിക്കുന്നു പറഞ്ഞില്ലേ, അതാണത്രേ ഈ ഒരു പ്രതിമ ഇത്ര മനോഹരമായിട്ട് ഇപ്പോഴും നിലനിൽക്കാൻ വേണ്ടി കാരണം. അതുപോലെ 2007 നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ നടത്തിയ വോട്ടെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7 അത്ഭുതങ്ങളെ അവർ തിരഞ്ഞെടുത്തിരുന്നു. അതിൽ ആദ്യത്തേതായിട്ട് വന്നത് ഈ ഒരു ബാഹുബലി പ്രതിമയാണ്. അത് വെറുതെ വന്നതല്ല, അന്ന് ഏകദേശം 50% വോട്ട് കിട്ടിയത് ഈ ഒരു പ്രതിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത്രയ്ക്ക് മനോഹരമാണ്, ഒരു അത്ഭുതമാണ്. ശരിക്കും ലോകാത്ഭുതം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു പ്രതിമയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പം എന്തായാലും നിങ്ങൾ ശ്രാവണ ബലഗോളയിൽ വരണം, ഈ ഒരു പ്രതിമയൊക്കെ കാണണം.
പിന്നെ ഈ ഒരു വിന്ധ്യഗിരി കുന്നിനേക്കാളും പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ചന്ദ്രഗിരി കുന്നിലുള്ളത് കേട്ടോ. നമ്മൾ അവിടെ പോകുന്നുണ്ട്, അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണും. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരിക, ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണുക. വളരെ എന്താ പറയുക, വളരെ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് അകത്തങ്ങനെ ഒച്ചയെടുത്ത് സംസാരിക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറ്റില്ല. വളരെ മനോഹരമായിട്ട് വളരെ ശാന്തമായിട്ട് നമുക്ക് വന്ന് പ്രാർത്ഥിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അത്രയ്ക്ക് മനോഹരമാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഇതൊക്കെ വന്നൊന്ന് കാണണ്ടേ? അപ്പം നിങ്ങൾ എന്തായാലും ഒരിക്കലും വരണം, ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കാണണം. പിന്നെ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സമയത്ത് ക്രിസ്തുവിന് മുന്നേ 983 എന്നാണ് പറഞ്ഞത്. അതൊരു തെറ്റായിരുന്നു. ക്രിസ്തുവിന് മുന്നേ അല്ല, ക്രിസ്തുവിന് ശേഷം CE ആണ്. അപ്പോൾ ക്രിസ്തുവിന് ശേഷമാണ് വരുന്നത്. ക്രിസ്തുവിന് ശേഷം 983 ഈ ഒരു ബാഹുബലി സ്റ്റാച്ചു നിർമ്മിച്ചിട്ടുള്ളത്. അതാ നമ്മൾ ആ വഴിയൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. അതുവഴി വന്ന് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ ഈ ഒരു ബാഹുബലി സ്റ്റാച്ചു ഉള്ള ഒരു ഭാഗത്തോട്ട് വന്നത്. പിന്നെ എല്ലാ ദിവസങ്ങളിലും സന്ധ്യാസമയത്ത് ഇവിടെ ആരതിയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാഹുബലി സ്റ്റാച്ചുവിനോട് ചേർന്നിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ബസടികൾ വേറെയുണ്ട്. പിന്നെ ഈ ഒരു കെട്ടിടത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ വളരെ മനോഹരമാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഏകദേശം 1000-1100 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ കാണുന്നതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെയല്ലേ പണ്ട് കാലത്തൊക്കെ അത്ര വലിയ ചടങ്ങായിട്ട് നടക്കാതിരുന്ന ഈ ഒരു മഹാമസ്തകാഭിഷേകം 1910 കൃഷ്ണരാജേന്ദ്ര വൊഡയാർ ഇവിടെ വന്ന് അദ്ദേഹമാണത്രേ വളരെ വലിയൊരു ചടങ്ങായിട്ട് ഈ ഒരു മഹാമസ്തകാഭിഷേകത്തെ മാറ്റിയെടുത്തത്. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്കതൊന്നും വായിക്കാൻ വേണ്ടി പറ്റൂലല്ലോ, എന്താണെന്നൊന്നും അറിയില്ല. നോക്ക് എന്ത് മനോഹരമാണെന്ന് കണ്ടോ ഈ ഒരു കയറിപ്പോകുന്ന ഭാഗം. കാരണം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ താഴോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അവിടെയായിട്ട് ഒരു ചെറിയ ഒരു സ്ട്രക്ചർ പോലെ കാണുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പോയി നോക്കണം. നമ്മൾ ഇതുവഴിയൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. നേരത്തെ ഞാൻ വരുന്ന സമയത്ത് അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പം കുറച്ച് പേരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ട് പോവാം. ഇപ്പം ഏകദേശം 6:45 ആയിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിൽക്കുമ്പം അത് അറിയാത്തതുകൊണ്ടാണ്. അവിടെ കണ്ടോ താഴെ അവിടെ ഒരു സിറ്റിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. എന്ത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണല്ലേ. അത് അവിടെയായിട്ടാണ് നമ്മുടെ സ്റ്റാൻഡ് വരുന്നത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇതാ താഴോട്ടെത്തി. ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. ഞാൻ റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു മുംബൈ ചായ എന്ന് പറഞ്ഞിട്ട് കണ്ടു. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ നമുക്ക് വെറൈറ്റി ചായകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ വടാപ്പാവ്, പാവ് ബജി അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കിട്ടും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ കയറിയിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഇവിടുന്ന് ഒരു പാവ് ബജി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വടാപ്പാവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ രാത്രി പിന്നെ അത് കഴിച്ചാൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതാ പാവ് ബജി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ വടാപ്പാവും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു സ്പെഷ്യൽ ചായ കൂടിയാണ് പറഞ്ഞത്, അത് അവരിപ്പോൾ കൊണ്ടുവരും. വടാപ്പാവും സൂപ്പറാണ്. അങ്ങനെ പാവ് ബജി ഞാൻ കഴിച്ചു. ഇനിയിപ്പോൾ ഈ വടാപ്പാവും കഴിച്ചു നോക്കാം. ഇതാണ് ഗുഡ് വാലി ടീ. നമുക്കിത് കഴിച്ചിട്ട് ആ ചായ കുടിച്ചു നോക്കണം എങ്ങനെയുണ്ട് എന്ന്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചായ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായ ഒന്ന് കുടിച്ചു നോക്കാം. ഇതാണ് ഗുഡ് വാലി ടീ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്ന്. ഈ ഒരു ചായ സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ വടാപ്പാവും പാവ് ബജിയൊക്കെ നമുക്കൊരു ഓക്കെ ഫീലാണെങ്കിൽ ഈ ഒരു ഗുഡ് വാലി ടീ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. എന്താ പറയേണ്ടത്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ല, ഈ ഒരു ചായയുടെ മുകളിലായിട്ട് റോസാപ്പൂവിൻ്റെ ഇതളുകളാണ് ഇട്ടത്. കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അത്, പക്ഷേ ചായ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു കടയുടെ പേര് മറക്കണ്ട, മുംബൈ ചായ്. നമ്മൾ അവിടെ മുകളിലോട്ട് പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ചായ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ചായയാണ്. പിന്നെ വടാപ്പാവും പാവ് ബജിയൊക്കെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ സാധാ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് റൂമിലോട്ടാണ്. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ആ റൂമിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഒന്ന് മേല് കഴുകണം, ഡ്രസ്സ് മാറണം. ഇന്ന് രാത്രി നമുക്ക് കിടന്നുറങ്ങാം. ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7:30 കുറച്ച് ലേറ്റായി പോയിട്ട് എണീക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള കുന്നിൻ്റെ മുകളിലൊരു ക്ഷേത്രമില്ലേ, നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടെ ഒരു ജൈന മഠമുണ്ട്. ജൈന മഠത്തിനോട് ചേർന്നിട്ടൊരു ക്ഷേത്രമുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോകാനുണ്ട്. നമുക്ക് ആദ്യം ഇവിടുന്ന് റൂമിൽ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങാം. ഞാനിതാ റോഡിലോട്ട് ഇറങ്ങി. റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട്. നമ്മൾ ഈ റോഡ് നേരെ പോയിട്ട്
വലതുഭാഗത്തോട്ട് കയറി പോകുന്നതാണ് വിന്ധ്യഗിരി കുന്ന്. നമ്മൾ ഇന്നലെ പോയ ബാഹുബലി സ്റ്റാച്ചു ഒക്കെ അവിടെയാണ്. നേരെ ഇടതുഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ചന്ദ്രഗിരി കുന്ന്. നമുക്ക് ഇന്ന് കാണാനുള്ള ക്ഷേത്രങ്ങളൊക്കെ ആ ഒരു കുന്നിലാണുള്ളത്. ഇതുവഴിയാണ് നമുക്ക് ഈ ഒരു ചന്ദ്രഗിരി കുന്നിലോട്ട് കയറി പോകേണ്ടത്. ഇന്നലെ നമ്മൾ കയറിപ്പോയ പോലെ തന്നെ ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു കവാടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കവാടമാണ്. ഈ ഒരു കുന്നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ നമ്മൾ ബാഹുബലി സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ട് കയറിപ്പോയതുപോലെ തന്നെ പാറയുടെ മുകളിൽ നിന്ന് സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഈ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. സെയിം ആണ്, ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു ബാഹുബലി സ്റ്റാച്യുവും ആ ഒരു വിന്ധ്യഗിരി കുന്നിൻ്റെയും കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇന്നലെ നമ്മൾ അവിടുന്ന് ഈ ഒരു കുന്ന് കണ്ടു, ഇന്നിപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു കുന്ന് കണ്ടു. ഇതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ഇതുവഴി നമുക്ക് കയറി അവിടെ മുകളിലോട്ട് പോകണം. നമ്മളീ പോകുന്ന വഴിയിൽ കണ്ടോ വേ ടു കുണ്ടകുണ്ട ഫുട് പ്രിൻറ്റ്. ഈ കുണ്ടകുണ്ട എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു ജൈന സന്യാസിയായിരുന്നു. അപ്പം ആ ജൈന സന്യാസിയുടെ പാദങ്ങൾ പതിഞ്ഞ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. നമുക്കത് കണ്ടിട്ട് മുകളിലോട്ട് പോവാം. ഇതാണ് ആ ഒരു സന്യാസിയുടെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലം. അങ്ങനെ മുകളിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോകണം. അകത്ത് ഒരുപാട് ബസഡികളുണ്ട്. ബസഡികൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളാണ്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഒരുപാട് ജൈന ക്ഷേത്രങ്ങൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ട് തന്നെ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പഴക്കമുണ്ട്. പിന്നെ ഈ ഒരു കുന്നിന് എന്താണ് ചന്ദ്രഗിരി കുന്ന് എന്ന് പേര് കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? അതായത് മൗര്യ രാജാവായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ഈ ഒരു കുന്നിൽ വന്നിട്ട് തപസ് അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഋഷിയായിട്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ ഒരു കുന്നിന് ചന്ദ്രഗിരി കുന്ന് എന്നുള്ള പേര് കിട്ടിയത്. അദ്ദേഹം ഇവിടെ വരുന്നത് BC 300-കളിലാണ്. അതിനു മുന്നേ ഈ ഒരു കുന്നിൻ്റെ പേര് എന്ന് വെച്ചാൽ കൽബാപ്പു എന്നായിരുന്നു. അങ്ങനെ BC 300-കളിലാണ് മൗര്യ ചക്രവർത്തിയായിട്ടുള്ള ചന്ദ്രഗുപ്തനും അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ഭദ്രബാഹുവും കൂടെ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത്. പിന്നെ അവരിവിടെ തപസ്സനുഷ്ഠിച്ചു. ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു വലിയ ഋഷിയായിട്ട് മാറി. അങ്ങനെ ഈ ഒരു കുന്നിന് ചന്ദ്രഗിരി കുന്ന് എന്നുള്ള പേര് വന്നു. ഇത് ഇവിടെ ശ്രാവണബെലഗോളയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജൈന ആരാധനാലയങ്ങളിൽ കുറേ എണ്ണം ഈ ഒരു കുന്നിലാണ്. അതായത് ഇവിടെ മൊത്തം ഈ ശ്രാവണബെലഗോളയിൽ മൊത്തം 106 സ്മാരകങ്ങളുണ്ട്. എല്ലാം ഏകദേശം ജൈന സ്മാരകങ്ങൾ തന്നെയാണ്. അതിൽ 92 എണ്ണവും ഈ ഒരു ചന്ദ്രഗിരി കുന്ന് തന്നെയാണുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം ഒരുപാട് ബസഡികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ കൂടുതൽ എന്ന് പറയുമ്പം 47 എണ്ണം ഒരുപാട് സന്യാസിമാരുടെ ബസഡികളാണ്. അതുകൂടാതെ തന്നെ 9 കന്യാസ്ത്രീകളുടെ, അതായത് ജൈന മതത്തിലുള്ള സന്യാസിമാരെ പോലെ തന്നെ സന്യാസിനികളുണ്ട്, അവരുടെയും അതുപോലെ ബാക്കി കുറേ എണ്ണം ഇവിടെ അന്ന് താമസിച്ചിരുന്ന കുറേ വീട്ടുടമസ്ഥന്മാരുടെയും ഒക്കെ സ്മാരകങ്ങളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, സന്യാസിമാരുടെ സ്മാരകങ്ങളുണ്ട്, സന്യാസിനിമാരുടെ സ്മാരകങ്ങളുണ്ട്, അന്ന് ഇവിടെ താമസിച്ചിരുന്ന ഒരുപാട് വീട്ടുടമസ്ഥരുടെ സ്മാരകങ്ങളും ഈ ഒരു ചന്ദ്രഗിരി കുന്നിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെയുള്ള ഓരോ ബസഡികളിലും ഓരോ ആചാര്യന്മാരാണ്, പ്രധാനപ്പെട്ട ജൈന ആചാര്യന്മാരായിട്ടുള്ള ആളുകളുടെ ബസഡികളാണ് ഇവിടെ ഓരോന്നായിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കാണാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാ സ്ഥലവും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ കയറുന്നതൊക്കെ ഇവിടെയുള്ള ജൈന ക്ഷേത്രങ്ങളാണ്, അഥവാ ജൈന ബസഡികളാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് ജൈന ബസഡികളുണ്ട്. അതായത് ചാവുന്തരായ ബസഡി, ചന്ദ്രഗുപ്ത ബസഡി എന്നൊക്കെ പറയുന്ന ഒരുപാട് ബസഡികളുണ്ട്. അതിൽ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഒരു 47 ജൈന ആചാര്യന്മാരുടെ ബസഡികളുണ്ട് എന്ന്. ഈ ഒരു ബസഡിക്ക് മുകളിലോട്ടും കൂടി ഒരു വഴിയുണ്ട്. നമുക്ക് അതുവഴി ഒന്ന് മുകളിലോട്ട് കയറി നോക്കാം. വളരെ ചെറിയ സ്റ്റെപ്പുകളാണ് കേട്ടോ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളത്. ഇവിടെ എല്ലാ ബസഡികൾക്കൊന്നും അപ്സ്റ്റെയർ ഇല്ല, പക്ഷേ ഈ ഒരു ബസഡിക്ക് ഒരു അപ്സ്റ്റെയർ കൂടെ ഉണ്ട്. നമ്മൾ കയറി വരുമ്പം ഇവിടെ മറ്റൊരു പ്രതിഷ്ഠ കൂടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ഒരു ചന്ദ്രപ്രഭ ബസഡിയും പാർശ്വനാഥ ബസഡിയും ചേർന്ന് കിടക്കുന്ന ഒരു ബസഡിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ മുകളിൽ വന്നാലും നമുക്ക് ഒരു സന്യാസിയുടെ ബസഡി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കണ്ടോ, 2 നിലകളിലാണ് ബസഡികൾ പോലും. ഇതൊക്കെ നിർമ്മിച്ചത് BC 300-കളാണ്, അതായത് ക്രിസ്തുവിന് മുന്നേ 300-കളിലാണ്. ആലോചിച്ച് നോക്കിയേ, എന്താ അല്ലേ. ഇവിടുന്ന് മനോഹരമായിട്ട് ഈ ബസഡികളൊക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അപ്പുറം നമുക്ക് ആ ഒരു ബാഹുബലി സ്റ്റാച്യു ഉള്ള ആ ഒരു വിന്ധ്യഗിരി കുന്നും കൂടെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ. ഞാനിപ്പം താഴെയുള്ള ബസഡിയുടെ മുകളിൽ മറ്റൊരു ബസഡി ഉണ്ട്, അതിൽ കയറിയിട്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. ഇത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഇപ്പം നിങ്ങൾ വരുമ്പം ഇവിടെ ബാഹുബലി സ്റ്റാച്യു മാത്രം കണ്ടാൽ പോരാ, അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഈ ഒരു കുന്നിൽ വന്നിട്ട് ഇവിടെയുള്ള ഈ കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇതുവഴിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. നമുക്കിനി തിരിച്ച് താഴോട്ട് തന്നെ ഇറങ്ങിപ്പോയി. ഈ സ്റ്റെപ്പുകൾ കണ്ടോ, നേരത്തെ ചെറിയ സ്റ്റെപ്പുകളാണ്. അന്നൊക്കെ ഇത് ഉണ്ടാക്കിയത് എത്ര
ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളത്. ഇതൊക്കെ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണ്. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചത്. ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് ബസഡികളുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കുറേ ബസഡികളുണ്ട്. മഞ്ജികാന ബസഡി, ശാസന ബസഡി, ചന്ദ്രപ്രഭ ബസഡി, പാർശ്വനാഥ ബസഡി, തൈരീന ബസഡി, ശാന്തീശ്വര ബസഡി, അങ്ങനെ അങ്ങനെ നിരവധി ബസഡികൾ ഇവിടെ ഉണ്ട്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് കാണാം. നല്ല ഭംഗിയുള്ള സ്ട്രക്ചറുകളാണ് ഓരോന്നും. ഇവിടെയൊക്കെ കണ്ടോ, പണ്ട് കാലത്ത് ശാസനകളൊക്കെ എഴുതി വെച്ചിരുന്നത് ഇത്തരത്തിലുള്ള കല്ലുകളിലായിരുന്നു. ഒരുപാട് ശാസനകൾ ഇങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവിടെ ബാഹുബലി പ്രതിമയുടെ അടുത്ത് നമ്മൾ പോകുന്നത് പോലെ ഇവിടെ തിരക്കേ ഇല്ല. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഒരു ഫാമിലി കണ്ടോ, അവരിവിടെ ഉണ്ടായിരുന്നു. അവരല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല. വളരെ ശാന്തമായിട്ട് എത്ര സൈലൻ്റ് ആയിട്ടാണെന്നറിയോ ഈ ഒരു സ്ഥലം കിടക്കുന്നത്. നമുക്ക് നല്ല വൃത്തിയായിട്ട് സമയമെടുത്ത് ഓരോ ബസഡികളും കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഞാനിവിടെയുള്ള ഓരോ ബസഡികളും കാണിച്ചു തരാം. നമ്മൾ വിചാരിക്കും ഓരോ സ്ഥലവും നമ്മൾ ഓരോ ബസഡിയുടെ അകത്തോട്ടും കയറി ഇറങ്ങുമ്പം ഒരു ജൈന സന്യാസിയുടെ പ്രതിമയാണ് ഉള്ളിൽ ഉണ്ടാവുക. ഏറെക്കുറെ ഇതിൻ്റെ സ്ട്രക്ചറുകൾ ഒരുപോലെയാണ്. എന്നാലും നമുക്ക് ഓരോ ബസഡികളും കയറി ഇറങ്ങി കാണാം. അതുപോലെ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു സ്റ്റാച്ചു കണ്ടില്ലേ, ബാഹുബലി സ്റ്റാച്ചു പോലെ തന്നെയുള്ള. അത് സത്യത്തിൽ ബാഹുബലി സ്റ്റാച്ചു അല്ല കേട്ടോ. അത് ബാഹുബലിയുടെ ജ്യേഷ്ഠനായിരുന്ന ഭരതൻ്റെ സോപ്പ് സ്റ്റോണിൽ കൊത്തിയെടുത്തിട്ടുള്ള ഒരു പ്രതിമയാണ്. അതിൻ്റെ തുടകൾക്ക് താഴെയായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വിന്ധ്യഗിരി കുന്നിൽ കണ്ട ബാഹുബലി പ്രതിമയായിട്ട് അതിന് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും അത് ബാഹുബലി സ്റ്റാച്ചു ആണെന്ന്. പക്ഷെ അത് ബാഹുബലി സ്റ്റാച്ചു അല്ല, അത് ബാഹുബലിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ഭരതൻ്റെ സ്റ്റാച്ചു ആണ്. ഓരോ ബസഡികൾക്കുള്ളിലേക്ക് നമ്മൾ കയറുമ്പോഴും അതിനുള്ളിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചകളാണ്. ചിലത് കുഞ്ഞാണ്, ചിലത് വലുതാണ്. അതുപോലെ കൊത്തിവെച്ച കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. സാമ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ട് കയറുന്ന ഒരു ഭാഗവും വിഗ്രഹം അല്ലെങ്കിൽ ഈ പ്രതിമ, ആചാര്യന്മാരുടെ പ്രതിമ ഇരിക്കുന്ന ഭാഗമൊക്കെ ഏറെക്കുറെ ഒരുപോലെയാണ്. ഇതാണ് കട്ടാളെ ബസഡി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ബസഡികളിൽ ഏറ്റവും നീളത്തിലുള്ള ബസഡിയാണ് ഈ ഒരു കട്ടാളെ ബസഡി. അതായത് നമ്മൾ ഈ ഒരു ബസഡിയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ബസഡിയിൽ ആചാര്യൻ്റെ, അതായത് കട്ടാളെ പ്രതിമ ഇരിക്കുന്ന ഭാഗത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് നല്ല ദൂരമുണ്ട്. നമ്മൾ ആദ്യം ഒരു ഭാഗം വന്നിട്ട് വീണ്ടും കയറി വീണ്ടും മുന്നോട്ട് നടന്നില്ലേ, അപ്പം ഇത്രയും ദൂരം നമ്മൾ നടന്നു വരണം ഈ ഒരു ബസഡിയിൽ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു ബസഡിയുടെ അകത്ത് 2 വിഗ്രഹങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഗ്രഹങ്ങൾ നമ്മൾ കാണണമെങ്കിൽ ഈ ചെറിയൊരു ദ്വാരത്തിലൂടെ നോക്കണം, അല്ലാതെ നമുക്ക് ആ വിഗ്രഹങ്ങൾ കാണാൻ വേണ്ടി പറ്റില്ല. ആ ഒരു പ്രത്യേക രീതിയിലാണ്. ഇവിടെ വാതിൽ ഫുൾ ടൈം അടച്ചു വെച്ചിട്ടാണുള്ളത്. ആ വാതിലിന് ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. അതുപോലെ ഈ ഒരു വിഗ്രഹം 2 സൈഡിലായിട്ട് വെച്ച ഭാഗങ്ങളിലും ചുമരിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ആ ചുമരിൻ്റെ കുഞ്ഞു കുഞ്ഞു വിടവുകളിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഉള്ളിലിരിക്കുന്ന ആ ഒരു പ്രതിമകൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ചന്ദ്രഗുപ്ത ബസഡി. നമ്മൾ ആദ്യം കയറിയിട്ടുള്ള ചാവുന്താരായ ബസഡിയും ഈ ഒരു ചന്ദ്രഗുപ്ത ബസഡിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബസഡികൾ. ഇതാണ് ചന്ദ്രഗുപ്തൻ്റെ പ്രതിമയാണ്, ചന്ദ്രഗുപ്ത ബസഡിയാണ് ഈ കാണുന്നത്. മറ്റ് ബസഡികൾക്കുള്ളിലൊന്നും കാണാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ഒരു ശിലാസ്തൂപത്തിൻ്റെ മുകളിൽ എന്തൊക്കെയോ കൊത്തിവെച്ചത് കാണാം. പിന്നെ അകത്ത് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബെല്ല്, ഒരു മണി ഇങ്ങനെ കൊട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മണിയൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചതായിട്ട് കാണാം. ഇനി നമുക്കിവിടെ കാണാനുള്ളത് മാനസ്തംഭമാണ്. അതായത് ഇവിടെയുള്ളത് മാരസിംഹയുടെ മാനസ്തംഭമാണ്. ഈ മാനസ്തംഭം എന്ന് പറയുന്നത് ജൈന മതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. സംസ്കൃതത്തിൽ ബഹുമാനസ്തംഭം എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് മാനസ്തംഭം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ജൈന ക്ഷേത്രങ്ങൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള മാനസ്തംഭങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു ചന്ദ്രഗിരി കുന്നിലുള്ള ജൈന ബസഡികൾ അഥവാ ജൈന ക്ഷേത്രങ്ങൾ കുറേയൊക്കെ കണ്ടു. മുഴുവനായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ വീണ്ടും ഉണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വരണം, ഈ ഒരു മാനസ്തംഭവും ഇവിടെയുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണണം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നമുക്ക് ഇനി ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി താഴോട്ട് പോകണം. താഴോട്ട് പോയിട്ട് അവിടെ ഒരു ജൈന മഠം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ജൈന മഠം കാണണം. ആ മഠത്തോട് ചേർന്നിട്ട് അവിടെ ഒരു ക്ഷേത്രം കൂടെ ഉണ്ട്, അതുകൂടെ കാണണം. അതാ നമ്മൾ ഇന്നലെ കണ്ട ബാഹുബലി സ്റ്റാച്ചു ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, രാവിലെയൊക്കെ അവിടെ നല്ല തിരക്കുണ്ട്. ഇങ്ങോട്ട് അധികം ആളുകളൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവഴി ഇറങ്ങി ആ ഒരു ജൈന മഠത്തിൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് ആ ജൈന മഠവും അതിനോട് ചേർന്നുള്ള ക്ഷേത്രമൊക്കെ കാണാം. അവിടെ ഈ ജൈന മഠത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അന്നദാനമൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ കൂടെ ഉണ്ട്. നമുക്കവിടെ പോയി നോക്കാം. അവിടെ രാവിലെ ഭക്ഷണമൊക്കെ കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ കാണുന്ന ഈ ഒരു ജൈന ക്ഷേത്രങ്ങളും ആ ഒരു ബാഹുബലി സ്റ്റാച്യൂവും എല്ലാം ഇവിടെയുള്ള ജൈന മഠത്തിൻ്റെ കീഴിലാണ്. അവിടെ കണ്ടോ, അതാണ് ജൈന മഠം.
ഈ ജൈന മഠത്തിൻ്റെ കീഴിലാണ് അവരാണ് ഈ ഒരു ക്ഷേത്രവും ഈ കാണുന്നതൊക്കെ നിയന്ത്രിക്കുന്നത്. അവരുടെ കീഴിലാണ് ഇത് വരുന്നത്. അങ്ങനെ അവിടുന്ന് താഴോട്ടൊക്കെ ഇറങ്ങി നമുക്കിനി ഇതുവഴിയാണ് പോകേണ്ടത്. ഇന്നലെ നമ്മൾ മുകളിലോട്ട് കയറിപ്പോയില്ലേ ബാഹുബലി സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട്? ആ വഴി നേരെ പോവാതെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജൈന മഠത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അവിടെ ഒരു മഠമുണ്ട്, മഠത്തിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഈ ഒരു ജൈന മഠത്തിനോട് ഈ ക്ഷേത്രത്തിനോടൊക്കെ ചുറ്റിയിട്ട് ഒരുപാട് ജൈനമത വിശ്വാസികൾ താമസിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ കൂടുതലും അവരാണുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജൈന മതക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ ശ്രാവണബെലഗോള എന്ന് പറയുന്നത്. നമുക്കിനി ആ ഭാഗമൊക്കെ പോയിട്ടൊന്ന് കണ്ടാലോ? ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു ബസഡി. ഇതിൻ്റെ പേരാണ് ഭണ്ഡാര ബസഡി എന്ന് പറയും, അല്ലെങ്കിൽ ചതുർവിംശതി തീർത്ഥങ്കര ബസഡി എന്ന് പറയും. ഈ ഒരു ബസഡി ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നരസിംഹ ഒന്നാമൻ്റെ ഭരണകാലത്താണ് ഈ കാണുന്നൊരു ബസഡി നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ക്രിസ്തുവിന് ശേഷം 1159 ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് പിന്നീടാണ് ഭണ്ഡാര ബസഡി എന്നുള്ളൊരു പേര് കിട്ടുന്നത്. ആദ്യത്തിൽ ഇത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ചതുർവിംശതി തീർത്ഥങ്കര ബസഡി. ഇത് കണ്ടില്ലേ, ഇത് 24 തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളാണ് ഈ കാണുന്നത്. ഇവിടെ ശ്രാവണബെലഗോളയിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ ഒരു ഭണ്ഡാര ബസഡി. അതായത് 226 അടി നീളവും 76 അടി വീതിയും 81 അടി ഉയരവും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്ന 24 തീർത്ഥങ്കരന്മാർക്കാണ്. ഓരോ തീർത്ഥങ്കരന്മാരുടെയും പ്രതിമ 3 അടി വലുപ്പത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഒരു അലങ്കാര പീഠത്തിൽ വെച്ച രീതിയിലാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ വൈഷ്ണവ ജൈനർ തമ്മിലൊരു തർക്കം കൂടിയുണ്ട്. വൈഷ്ണവർ ഈ ഒരു ക്ഷേത്രത്തിനെ ഭവ്യ ചാമുണ്ഡി ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചെറിയൊരു തർക്കം കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു ജൈന മഠം. നമുക്ക് ഈ ഒരു ജൈന മഠത്തിൻ്റെ അകം കൂടെ ഒന്ന് കയറി കാണണം. നല്ല ഭംഗിയില്ലേ പുറമേ നിന്ന് കാണാൻ വേണ്ടിയിട്ട്? നല്ല കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഒരു ജൈന മഠമാണിത്. ഇവിടെയുള്ള ഈ ഒരു മഠം ഭട്ടാരകന്മാരുടെ ആസ്ഥാനമായിട്ടാണ് പറയുന്നത്. ഈ ഭട്ടാരകൻ എന്ന് പറയുന്നത് പരമ്പരാഗത ദിഗംബര ജൈന സന്യാസിമാരുടെ അല്ലെങ്കിൽ ജൈന സ്ഥാപനങ്ങളുടെ ഒരു തലവനായിട്ടാണ് കാണുന്നത്. അതായത് പണ്ഡിതന്മാരെ പരിശീലിപ്പിക്കുക, ലൈബ്രറികൾ പരിപാലിക്കുക, പിന്നെ ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലത്തുള്ള ആരാധനാലയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, അതിൻ്റെ ഓരോ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുക, പിന്നെ മറ്റ് ജൈന സ്ഥാപനങ്ങളൊക്കെ നടത്തുക. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ഭട്ടാരകന്മാർക്കാണ്. അതിൻ്റെ ഒരു ആസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു മഠം അറിയപ്പെടുന്നത്. ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ചുമർചിത്രങ്ങളൊക്കെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചുമർചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വളരെ മനോഹരമായിട്ട് കൊത്തി വെച്ചിട്ടുള്ള ഒരു നടുമുറ്റത്തോടു കൂടിയ ഒരു മഠമാണിത്. ഇതിനകത്തും നമുക്ക് ഒരു ജൈന സന്യാസിയുടെ, അതായത് ഭട്ടാരകൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ പ്രതിഷ്ഠ കാണാൻ വേണ്ടി പറ്റും. അത് സ്വർണം പൂശിയ പിന്നെ ഒരു ശ്രീകോവിലിനകത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ക്ഷേത്രങ്ങൾ എന്ന് പറയുമെങ്കിലും ഇതൊക്കെ ബസഡികളാണ്, അത് നമുക്ക് ഓർമ്മ വേണം. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇവിടെയുള്ള ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ മേൽനോട്ട ചുമതല ഇവിടെയുള്ള ഈ ജൈന മഠത്തിനാണെന്ന്. ഇവരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടില്ലേ ഇതിൻ്റെ അകം മൊത്തം? നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ മുകളിൽ പോവുക, ബാഹുബലി സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ കാണുക, എന്നിട്ട് ചന്ദ്രഗിരി കുന്ന് പോയിട്ട് അവിടെയുള്ള ക്ഷേത്രങ്ങൾ കാണുക. അതിനുശേഷം ഇതുകൂടിയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. ഇവിടെ ഈ ഒരു മഠത്തിൻ്റെ പുറകിലായിട്ട് ഒരു അന്നക്ഷേത്രമുണ്ട്. നമുക്ക് അവിടെ പോയാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ പോകുന്നത് അങ്ങോട്ടാണ്. നമ്മൾ ഈ കയറി ചെല്ലുന്നത് വിശാലമായിട്ടുള്ളൊരു ഹാളിൻ്റെ അകത്തോട്ടാണ്. നല്ല സൗകര്യത്തോടു കൂടി നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. ഇത് കണ്ടോ, ഇതാണ് ഈ മഹാമസ്തകാഭിഷേകത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്കപ്പം രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. അങ്ങനെ ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അത്രയും ടേസ്റ്റോട് കൂടി ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. ഈ വഴിയാണ് അങ്ങോട്ട് പോകേണ്ടത്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. അപ്പം നിങ്ങൾ വരുന്ന സമയത്ത് 3 നേരവും നിങ്ങൾക്ക് അവിടെ ഭക്ഷണം അവൈലബിൾ ആണ്. അപ്പം വരുമ്പോൾ അവിടെ പോയിട്ട് ആ ഒരു പ്രസാദം പോലെ കിട്ടുന്ന ഭക്ഷണം കഴിക്കുക. ഇനി ചെറിയൊരു സ്ട്രീറ്റ് വഴി നേരെ റൂമിലോട്ട് പോകണം. ഈ പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടോ? ഇവിടെ ചെറിയ ചെറിയ സ്റ്റാച്യൂസ്, അതുപോലെ ഈ ഒരു ക്ഷേത്രവും ഇവിടുത്തെ ബാഹുബലി സ്റ്റാച്യൂൻ്റെ മറ്റു മിനിയേച്ചറുകളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ആവശ്യമുള്ളവർ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ച് പോകാൻ പറ്റും. ഇവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു പാർക്ക് ഉള്ളത്. ആ ഒരു കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാർക്കാണ്. നമുക്ക് ഈ ഒരു പാർക്കും കൂടി ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണുള്ളത് എന്ന്. ഇതൊരു ചെറിയ പാർക്കാണ്. നമുക്കിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു സ്ഥലത്തിനെ ശ്രാവണബെലഗോള എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ?
ബലഗോള എന്ന് പറഞ്ഞാൽ വെളുത്ത കുളം എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ശ്രാവണൻ്റെ വെളുത്ത കുളം. അതായത് ശ്രാവണം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ മലയാളത്തിൽ തിരുവോണം എന്ന് പറയും. നമ്മൾ ഈ ഒരു നക്ഷത്രം ഇല്ലേ, അതുപോലെ മാസം, നക്ഷത്രം, അതൊക്കെയാണ് നമുക്ക് ഈ ശ്രാവണം എന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ബലഗോള എന്ന് പറഞ്ഞാൽ വെളുത്ത കുളം എന്നാണ് അർത്ഥം. അപ്പം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് ശ്രാവണ ബലഗോള എന്നുള്ളൊരു പേര് കൂടെ വന്നത്. ഇവിടെ ഈ പാർക്കിൽ കാണാൻ വേണ്ടി മാത്രമൊന്നുമില്ല, നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ റൂമിലോട്ട് പോകാം. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, ഇപ്പം 10:30 കഴിഞ്ഞു. ഞാനങ്ങനെ അവിടെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ ശ്രാവണ ബലഗോളയിലുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ വന്നത്. ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടെ ടൗണിൽ നിന്ന് കുറച്ച് വിട്ട്, അതായത് ഒരു 2 കിലോമീറ്ററൊക്കെ മാറി ഒരൊറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്താണ്. ഇതിനടുത്ത് വീടുകളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട രീതിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ആളും മനുഷ്യനും ഒന്നും ഇല്ലാത്ത പോലെയാണ്, തീർത്തും വിജനമായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ആരെയും കണ്ടില്ല. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ എത്തുന്നത് ഇതിൻ്റെ താഴെ ഭാഗത്താണ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ മുകളിലായിട്ടാണ്. നിങ്ങൾ കണ്ടോ, ആ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തീർത്തും ഒറ്റപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇത്. അപ്പം നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം, എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാമല്ലോ. ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്ന ഭാഗത്തായിട്ട് ആ ഒരു വിന്ധ്യഗിരി കുന്നും അതിന് മുകളിലുള്ള ആ ഒരു ബാഹുബലി സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ജൈന നിർമ്മിതികളുടെ അതേപോലെ തന്നെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. മുകളിലോട്ട് കയറി വരുന്ന ഭാഗത്ത് നമുക്ക് ആ മഹാമസ്തകാഭിഷേകത്തിൻ്റെ ഒരു ഫോട്ടോ കൂടി കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇതാ മുകൾ ഭാഗത്തായിട്ടാണ് പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അധികം ആളുകളൊന്നുമില്ല, ആകെ കുറച്ച് പേര് മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ നിർത്തുന്ന വണ്ടികളും കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിതാ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള യാത്രയുടെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.